അള്ളാഹുവിനോട് എപ്പോൾ ദുആ ചെയ്യുകയാണെങ്കിലും ഉത്തരം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടെയാണ് ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ. ഇജാബത്ത് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. വഅലമു അന്നല്ലാഹ തആല ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. അശ്രദ്ധവാനായ കളിയിലൂടെയൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അശ്രദ്ധവാനായ ആളുടെ ദുആഇന് ഇജാബത്ത് ഉണ്ടാവില്ല. പലപ്പോഴും പല ദുആ മജ്ലിസുകളിലും ഒരാൾ ദുആ ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയും. അതിനിടയിൽ കളിച്ചും ചിരിച്ചും അതുപോലെ ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി ഉണര് പൊട്ടിച്ചും ഒരു ശ്രദ്ധയില്ലാതെ ആമീൻ 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 എന്നൊക്കെ ഉറങ്ങി തൂങ്ങിയ ഒരു ആമീൻ പറച്ചിലാണ് പല ആളുകളുടെ ഭാഗത്തുനിന്നും കാണാറുള്ളത്. ദുആ ചെയ്യുമ്പോൾ ഒറ്റക്കാണെങ്കിലും ഇനി ഒരാൾ ദ്വാരക്കുമ്പോൾ ആമീൻ പറയുകയാണെങ്കിലും ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ കൈനീട്ടുന്നത് എന്നുള്ള ആ ഭക്തിയോടെ, ആ ഒരു ഭയഭക്തിയോടുകൂടെ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഗാംഭീര്യത്തോടുകൂടെ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെയുള്ള ദുആഇനാണ് അള്ളാഹു തആല ഇജാബത്ത് വേഗത്തിൽ തരിക. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, അള്ളാഹുവിനോടാണ്. അത് തമാശ കളിക്കുകയല്ല. അള്ളാഹുവിനോടുള്ളൊരു തമാശ രൂപത്തിലാവരുത് നമ്മൾ ദുആഉം ആമീൻ പറയലും. ഗൗരവത്തോടുകൂടെ ഹൈബത്തും വഖാറും നിലനിർത്തി ഭക്തിയോടുകൂടെ, എന്നാൽ അള്ളാഹുവിന് മുമ്പിൽ വളരെ വിനയത്തോടുകൂടെ ദുആ ചെയ്യണം. ശബ്ദകോലാഹലങ്ങളും കുറേ ശൈലികളും കാട്ടിക്കൂട്ടലുകളും ചെയ്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം ഇജാബത്തൊന്നും ഉണ്ടാവുകയില്ല. റബ്ബ് തആലയോട് ദുആ ചെയ്യുമ്പോൾ എൻ്റെ യജമാനനായ അള്ളാഹുവാണ് എന്നുള്ള ബോധത്തോടുകൂടെ എന്താണോ വേണ്ടതെങ്കിൽ ദുആഇൻ്റെ അദബുകളും അച്ചടക്കവും പാലിച്ചുകൊണ്ട് ദുആ ചെയ്യുക. ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയും വെച്ച് പുലർത്തുക. അള്ളാഹു തആല നമ്മുടെയൊക്കെ ദുആ അവൻ ഖബൂലാക്കുന്നതിൽ പെടുത്തി തരട്ടെ.